ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു മൊഹിറ്റോ ആണ്. ഈ മൊഹിറ്റോ ഉണ്ടാക്കുന്നത് ഞാവൽപ്പഴം വെച്ചിട്ടാണ്. ജാമുൻ മൊഹിറ്റോ ആണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. മൊഹിറ്റോ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 20-25 ഞാവൽപ്പഴം എടുത്തിട്ടുണ്ട്. ഞാവൽപ്പഴത്തിൻ്റെ കുരു ഒന്ന് കളഞ്ഞിട്ടാനായിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഗ്ലാസ്സിലിട്ടിട്ട് വേണമെങ്കിൽ പ്രസ് ചെയ്താൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ കത്തി വെച്ചത് കട്ട് ചെയ്ത് അതിൻ്റെ കുരു ഒന്ന് എടുത്ത് കളയണം. ഇപ്പോൾ നല്ലതുപോലെ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ കുരുവെല്ലാം എടുത്തു മാറ്റണം. കുരു കളഞ്ഞ ഞാവൽപ്പഴം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഈക്വൽ എമൗണ്ട് പഞ്ചസാരയും വെള്ളവും കൂടി ചേർത്തുണ്ടാക്കിയ സിറപ്പാണ്. ഈ ഉണ്ടാക്കിയ സിറപ്പിൽ നിന്ന് ഒരു 1.5 ടേബിൾ സ്പൂൺ സിറപ്പ് ഞാവൽപ്പഴത്തിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. ഈ മൊഹിറ്റോ സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിലേക്ക് നല്ലതുപോലെ പഴുത്ത ചെറുനാരങ്ങ എടുത്ത് കട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ആ ചെറുനാരങ്ങയുടെ 1/3 ഭാഗം ഈ ഗ്ലാസ്സിലേക്ക് ഇടണം. 2 പുതിനയിലയും കൂടെ ചേർക്കണം. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച പഞ്ചസാര സിറപ്പിൽ നിന്ന് 3/4 ടേബിൾ സ്പൂൺ സിറപ്പും കൂടെ ഇതിലേക്ക് ചേർക്കണം. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ചേർക്കണം. ഇത് നല്ലതുപോലെ ഒന്ന് ഇടിച്ചെടുക്കും. ഒന്നിലേക്ക് ക്രഷ് ചെയ്ത ഐസ് ക്യൂബ്സ് ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് മിക്സിയിൽ അടിച്ചെടുത്ത ഞാവൽപ്പഴത്തിൻ്റെ സിറപ്പ് ചേർക്കാം. ഇതൊരു 4 ടേബിൾ സ്പൂൺ സിറപ്പുണ്ട്. ഇനി നല്ലതുപോലെ തണുത്ത സോഡ എടുത്തിട്ട് സോഡയും കൂടെ പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിക്കും. സോഡ മുഴുവനും ഒഴിക്കണമെന്നില്ല, ഒരു 3/4 ക്യാൻ ഒഴിച്ചാൽ മതി. 250 ml ഒക്കെ ഒഴിച്ചാൽ മതി. നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു മൊഹിറ്റോ ആണിത്.